എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഇങ്ങനെ പറയില്ലേ, വിളിച്ചാൽ വിളിപ്പുറത്ത്, കൂടെ നടക്കുന്ന ദൈവം വിളിച്ചാൽ വിളിപ്പുറത്ത്, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതെല്ലാം വളരെ ഒരേ തമാശ പോലെയാണ് എനിക്ക് ചില നേരത്ത് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ആ സംഭവം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ വാക്കുകളുടെ ആ വില നമ്മൾ ഓർത്ത് നമ്മൾ ചിരിച്ചു പോവാണ്. ഒരു 28 കൊല്ലം മുൻപ് വലിയ വണ്ടി ടാറ്റ സ്റ്റേറ്റ് മേടിച്ചിട്ട് ടൗണിൽ ആദ്യമായിട്ട് സ്ത്രീയായിട്ട് ഓടിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ ചാലക്കുടി വരെ വണ്ടി കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ഞാനിവിടുന്ന് പുറപ്പെട്ട് ഈ ഹൈവേയിലേക്ക് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, ഒരു ജീപ്പിൽ നിറയെ ചെറുപ്പക്കാർ ജീപ്പിൽ. ഈ ജീപ്പ് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പിന്നെ ആ ജീപ്പ് എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നേ ഇല്ല. എനിക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനോ ഒന്നിനും പറ്റുന്നില്ല. അവരാണെങ്കിൽ മുന്നിൽ നമ്മൾ പണ്ടത്തെ കിളിമാസ് കളിക്കുന്ന ഒരു കളിയില്ലേ, അതേപോലെയാണ് ഇതിങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരിങ്ങോട്ട് വരും, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തിയ പോലെ പതുക്കെ ഞാൻ മുന്നിലേക്ക് വരാൻ പാടില്ല. ഒരു കളിയാക്കിയ ഒരു ഓളിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ അസൂയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാൽ ഒരു സ്ത്രീയല്ലേ എന്ന് വെച്ചിട്ട് ഇത്ര വലിയ വണ്ടിയൊക്കെ ഓടിച്ച് പോണേനുള്ള അസൂയാണോ കുശുമ്പാണോ അസൂയാണോ, അത് എന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ ഇട്ടിട്ട് കുരങ്ങ് കളിപ്പിക്കാന്ന് പറയില്ലേ, അതേപോലെയാണുള്ള കാര്യം. അങ്ങനെ ഞാനിത് മനസ്സിലാക്കി. അതിലൊരു 5-10 പേരുണ്ട്, ജീപ്പാണ്, ഞാൻ മാത്രമേ എൻ്റെ വണ്ടിയിലുള്ളൂ, കാറ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവർ ഇങ്ങനെ കിടന്ന് കിളിമാസ് കളിച്ച്, അന്ന് ക്യാമറയൊന്നും ഇല്ലല്ലോ, കിളിമാസ് കളിച്ച് അങ്ങനെ ആയിട്ട് പോവാണ്. അപ്പം ഞാൻ പതുക്കെ അവരുടെ പിന്നിലെത്തി. അപ്പോഴും തൊട്ട പിന്നിലേ അപ്പോഴും അവർ കിളിമാസ് കളിച്ച പോലെ ഇനി കാണിക്കണം. പെട്ടെന്ന് എൻ്റെ കർത്താവേന്ന് ഒരു വിളിക്കല്ല, ഞാൻ ഓവർടേക്ക് ചെയ്തു ലെഫ്റ്റിൽ കൂടെ. ഇതാ കണ്ട വഴിക്ക് അവർ ആകെ എന്തോ ദേഷ്യം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നതിലും ഞാൻ കടുക്കല്ല, 100 സ്പീഡിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പോലെ ഞാൻ ഓടിക്കാണ് വണ്ടി. അവർ അതുവരെ കാളവണ്ടി പോണ പോലെ കിളിമാസ് എൻ്റെ മുന്നിൽ കളിച്ച് എന്നെ കൂകി വിളിച്ച് ഒരു ജാതി കളിയാക്കലൊക്കെ ആയി മുന്നിൽ പോയ ആൾക്കാർ, ഞാൻ ഒരു നിമിഷം കൊണ്ട് എൻ്റെ കർത്താവേ എന്ന് വിളിച്ചിട്ട്, എൻ്റെ കർത്താവേ എന്നെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ടന്ന് വെച്ചിട്ട് ഒരു എടുക്കലെടുത്തു. ഞാൻ മുട്ടെന്ന് വിചാരിച്ചു, അവരുടെ കിളിമാസ് കളി വണ്ടി എൻ്റെ തകർക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എടുക്കല്ല, ഞാൻ ഭയങ്കര സ്പീഡിൽ. പിന്നെ ആ ജീപ്പ് അവർ പരമാവധി പരിശ്രമിച്ചിട്ട് എൻ്റെ പിന്നിൽ നിന്ന് അവർക്ക് എന്നെ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് വരാൻ പറ്റുന്നില്ല. അത്രയും സ്പീഡിലാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ദൈവത്തിനെ വിളിക്കുന്നവർക്ക് ദൈവം കൂടെ ഉണ്ടാവും. ദൈവത്തിനെ വിളിച്ച് മനസ്സിൽ ഏതു നേരം ദൈവത്തിനെ വിളിക്കുന്ന പോലെ പണിയെടുക്കുമ്പോഴും എപ്പോഴും ദൈവത്തിനെ വിളിച്ച് എൻ്റെ കർത്താവേന്ന്, എൻ്റെ കൊച്ചുനാളിൽ തൊട്ട് ഞാൻ അങ്ങനെയാണ് ചില സംഭവങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാണ്ട് വരേണ്ട കർത്താവേ എൻ്റെ ദൈവമേ, അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇത് പറയല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദൈവത്തെ മനസ്സിലെ വിളിച്ച് ധ്യാനിച്ച് ദൈവമേ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ ഉള്ളിൽ ഒരു ഉണ്ടാവുമ്പോൾ ദൈവം നമ്മളെ കാത്തുരക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഒരൊറ്റ വിളിച്ചുള്ളൂ. പിന്നെ ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് എത്താൻ പറ്റണില്ല. പിന്നിലേക്ക് പതുക്കെ നോക്കിയപ്പോൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് ഞാൻ പിന്നിൽ അവരുടെ സ്ഥിതി എന്തായെന്നൊന്ന് പിന്നിൽ നോക്കിയപ്പോൾ കുറേ അകലെയാണ്. കിടന്ന് ഇപ്പോൾ ചക്രശ്വാസം വലിച്ച പോലെ അവർ കുറേ പിന്നിൽ നിന്ന് വരുന്നുണ്ട്.
എത്താനൊന്നും പറ്റുന്നില്ല. അപ്പം അതൊരു ദൈവത്തിൻ്റെ വിളിച്ച വഴിക്ക് വിളിപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയുകയാണെങ്കിൽ. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു എത്ര കൊല്ലമായെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അൾത്താര പുതുക്കി പണിയാണ്. അപ്പോൾ പുതുക്കി പണിയണ സമയത്ത് ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ട് ചേട്ടൻ കാർപ്പറ്റ്, കാസ, പിലാസ, ഒരു അച്ഛന് കാപ്പ ദിവ്യബലി അർപ്പിക്കുന്ന വസ്ത്രം, കാർപ്പറ്റ്, പിന്നെ കാസിം പിലാസി, കുരിശില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ഇവർ അച്ഛൻ ടൗണിൽ തന്നെയുള്ള ഇത് ഇങ്ങനെ വിൽക്കുന്ന കട, അവിടേക്ക് അച്ഛൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സൗകര്യം പോലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ട് പോയി അച്ഛനെയും കൂട്ടി. ഞാൻ പോയിട്ടുണ്ടായില്ലേ. അപ്പോൾ പോകുന്നതിനു മുന്നേ ഈ കുരിശും ഞാനും തമ്മിൽ ഒരു ഭയങ്കര കണക്ഷനാണ്. കുരിശും ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഭയങ്കര ബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലെയാണ് എൻ്റെയും കുരിശിൻ്റെയും അവസ്ഥ. പല സംഭവങ്ങളിലൂടെ പറയുന്നതാണ് കേട്ടോ, ഞാൻ ഉണ്ടായ അനുഭവങ്ങളിലൂടെ. അങ്ങനെ ചേട്ടനും അച്ഛനും കൂടി പോയി PC തോമസിൻ്റെ ആ ഭാഗത്ത് നിന്നുള്ള അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ ചേട്ടൻ വണ്ടി എടുത്തപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു കുരിശും കൂടി മേടിച്ചോളോട്ടാ ചേട്ടാന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് ചേട്ടൻ, ഓ ഇതുവരെ നിൻ്റെ കുരിശില്ലാണ്ട് മിഷൻ ആസ്പത്രിയിൽ കുർബാന നടക്കാറില്ല, മിഷൻ ആസ്പത്രിയിലെ പള്ളിയിൽ. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല, യാതൊരു അക്ഷരം മിണ്ടിയില്ല. ഇത്രയാണ് ചേട്ടൻ പറഞ്ഞത്. അതായത് കുരിശ് മേടിക്കുന്നില്ല, കുരിശ് ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ഉദ്ഘാടനമായി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം ഞാൻ എനിക്ക് ലത്തിമ്പള്ളിയിൽ ഒന്ന് പോയിട്ട് കുറേ നാളായി ചേട്ടാ, ഞാൻ ഒന്ന് പോട്ടെ. ലത്തിമ്പള്ളിയിൽ പോയി സ്റ്റീലിൻ്റെ ഇത്ര ഹൈറ്റുള്ള കുരിശ്, പിന്നെ കൈ കഴുകുന്ന കൈയും ഇതാക്കുന്ന ആ പാത്രം, അതിനെന്തെന്നാ പറയാൻ എനിക്കറിയില്ല, ആ ഒരു പാത്രം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ലത്തിമ്പള്ളിയിലേക്ക് പോകണം, എൻ്റെ പ്ലാനുകളൊക്കെ ഒരു പ്രത്യേക പ്ലാനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തലയിൽ ഉദിച്ചു വന്നത്. അപ്പോൾ ആ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഐസ്ക്രീം തരണ പാത്രമാണ്, അത് ഉപയോഗിച്ചിട്ടില്ല, നല്ല ഭംഗിയുണ്ട്. അതെടുത്ത് കൈ പിടിച്ചു, ആൾ കാണാണ്ട് അതെടുത്ത് വെച്ച് കാറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലത്തിമ്പള്ളി പോവാണ്. എവിടെ ലത്തിമ്പള്ളി പോകണു, അവിടെ ബിഷപ്പ് ഹൗസിൻ്റെ അവിടെ തങ്കമാസ് റോട്ടിൽ അവിടെയൊക്കെ പോയി ഏറ്റവും നല്ല ഭംഗിയുള്ള സ്റ്റീലിൻ്റെ ഇങ്ങനെ ഉരുളൻ ടൈപ്പ് ഇത്ര പോകുന്നൊരു കുരിശ് മേടിച്ചു, കാറിൽ വെച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അപ്പോൾ മിഷൻ ആസ്പത്രിയിൽ കുർബാന കഴിഞ്ഞാൽ പിന്നെ കുരിശ് അവിടെ നിന്ന് ബലിപീഠത്തു നിന്ന് മാറ്റും. ഇത്ര പോകുന്ന കുരിശ് അവിടെ ഉണ്ടാവാറുള്ളത് മാറ്റും. അപ്പം ഞാൻ 7 മണിയുടെ കുർബാനയ്ക്കെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഈ കുരിശ് മേടിച്ചിട്ടുള്ളത്. അത് കുർബാനയ്ക്ക് പോയില്ല, കുരിശൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോൾ മിഷൻ ആസ്പത്രിയുടെ പള്ളിയിൽ കയറിപ്പോൾ അണിച്ചിലായിട്ടിരിക്കുക. എല്ലാവരും കൊന്തിയൊക്കെ കഴിഞ്ഞ് പോക്ക് കഴിഞ്ഞു. 7 മണിയുടെ കുർബാന എന്തായാലും 7:45 എനിക്ക് സമയമുണ്ട്. അപ്പോൾ കുരിശ് മേടിച്ച് ഞാൻ ആൾക്കാരൊക്കെ നിശ്ചലായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ബലിപീഠം വെറുതെ വെള്ള തുണി വിരിച്ച് ഇങ്ങനെ വെച്ചേക്കണ് മിഷൻ ആസ്പത്രി പള്ളിയിലെ ഫ്രണ്ടിൽ. സിസ്റ്റിനെ നോക്കിയപ്പോൾ സിസ്റ്റിനും കാണാനില്ല. പറഞ്ഞിട്ടൊന്ന് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സിസ്റ്റിനും കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ കുരിശിനെ അവിടെ വെച്ചു. ഈ കഴുകുന്ന ആ പാത്രമില്ലേ, കൈ ഇതാക്കുന്ന, അതും നല്ല ഭംഗിയുള്ളത് ആ കുരിശിൻ്റെ സൈഡിൽ 2 ബലിപീഠമുണ്ടല്ലോ. ആദ്യത്തെ ബലിപീഠത്തുമ്മ ഇത് 2ഉം വെച്ചു. ഇറങ്ങി ഞാൻ ഇത്തിരി നടക്കില്ല. ഒരു സിസ്റ്റ് ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ കാണാറുള്ള, മിഷൻ ആസ്പത്രി പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ കാണാറുള്ള ഒരു സിസ്റ്റ്. ആ സിസ്റ്റിനെ കണ്ടപ്പോഴേ ഞാൻ ഓടി. ഞാൻ ചെയ്തു വെച്ചേക്കണത് അതുപോലാണല്ലോ ചെയ്തു വെച്ച. സിസ്റ്റിൻ്റെ പിന്നാലോടി, സിസ്റ്റേ ഞാൻ കുർബാനയ്ക്ക് പള്ളി സിസ്റ്റ് പാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് മിഷൻ ആസ്പത്രിയുടെ പള്ളിയിൽ.
അതെ, ഉദ്ഘാടനത്തിനുള്ള ആ കാർപ്പറ്റും പിന്നെ കാസിയും പിലാസിയും പിന്നെ അച്ഛനിടാനുള്ള പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവേ കുരിശ് മേടിക്കാൻ മറന്നു. ഞാനത് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. നാളെയല്ലേ ഉദ്ഘാടനം, വെഞ്ചിരിപ്പ്. അപ്പം ഞാനത് മേടിച്ചിട്ട് ആരും കാണണ്ട ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ. ഏതച്ഛനോടാ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളോ ഈ വിവരം. എൻ്റെ പേര് ഓമനാന്ന്. അങ്ങനെ നിലിക്കുന്നു. അങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് രാത്രി ഉറക്കമില്ല. അയ്യോ, ഇനി അതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാവോ? സിസ്റ്റർ പറയുമ്പോൾ ഡയറക്ടർ അച്ഛനോട് പറയാവോ? വേറെ അച്ഛനോട് പറയുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കാവോ? എൻ്റെ മനസ്സിൽ കുർബാന ചെല്ലുമ്പോൾ ആ കുരിശും ആ കൈ മുക്കുന്ന ആ പാത്രമാണ് എനിക്ക് കാണിക്കണത്. കിടന്നുറങ്ങിയിട്ടും ഞാൻ പ്രാർത്ഥിക്കണം, ഈശോ അതിൻ്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടാവുമോ? വെഞ്ചിരിപ്പിന് അത് അവിടെ ഉണ്ടാവില്ലേ? കർത്താവേ, ചെയ്തു വെച്ചിട്ട് അത് ഇനി ചേട്ടനോട് വിവരം പറയുമോ? വർഗീസ് തന്നത് വെച്ചിട്ടില്ല എന്നാ എന്ത്? അയ്യോ. അപ്പം അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം ഞാൻ കാണുന്നത് ആ കുരിശ് തന്നെയാണ്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടത്. ഓ, സമാധാനമായി. ഞെട്ടി ഉണർന്നു. ആ, സ്വപ്നമാണ്, വരാൻ പോകുന്ന കാര്യമാണ് എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശത്തോടു കൂടി എന്ത് നമ്മൾ മുന്നോട്ട് എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ കാല് വെച്ചോ, നമ്മുടെ കൂടെ ദൈവം തന്നെയായിരിക്കും ആ കാര്യം പ്രാവർത്തികമാക്കാൻ. ദൈവം തന്നെയായിരിക്കും കൂടെ വരിക. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു ശക്തിയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെഞ്ചിരിപ്പ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ പാത്രം ആ കുരിശ് വെഞ്ചിരിച്ച് ബലിപീഠത്തുന്നു. എൻ്റെ ദൈവമേ, നീ എൻ്റെ വിഷമങ്ങളൊക്കെ എത്ര വേഗം നീ എന്നെ സന്തോഷമാക്കി തരണേ. നിനക്കൊരായിരം നന്ദി. അപ്പോൾ വെഞ്ചിരിപ്പ്, കുർബാനയും വെഞ്ചിരിപ്പും കുരിശൊക്കെ കണ്ടു, സമാധാനമായി. അത് 2 അനുഭവ സാക്ഷ്യം. ഇനിയൊരു കൊച്ചു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലുമായി ഇന്ന് ജീവിക്കുന്നവരും മരിച്ചുപോയവരും ഇനി പിറക്കാനിരിക്കുന്നവരുമായ എല്ലാ മനുഷ്യരും പരമാർത്ഥത്തിൽ ഒരൊറ്റ ജനതയാണ്, ഒരു വിശാല കുടുംബമാണ്. ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിലേക്ക് നീങ്ങുന്ന സഹ തീർത്ഥാടക സമൂഹം. വാസസ്ഥലം പലതെങ്കിലും ഉറവിടം ഒന്നു തന്നെ, വഴികൾ പലതെങ്കിലും ലക്ഷ്യം ഒന്നു മാത്രം. ഈ തീർത്ഥയാത്ര അർത്ഥശൂന്യമായ ഒന്നല്ല, മറിച്ച് ഒരു രക്ഷാകര പ്രക്രിയയാണ്, പരമസായുജ്യത്തിലേക്കുള്ള പ്രയാണം. അവസാനം ദൈവം എല്ലാത്തിലും എല്ലാമായി തീരും. 1 കൊറിന്തോസ് 15:28. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി
തൻ്റെ പാദത്തിൽ കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പരമസ്നേഹരൂപനേ കരുണതൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം. പാരിലെന്നുയർത്തിടും കുരിശതെന്നാലും, പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും, ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതിഗീതം, ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതിഗീതം. അരുണാനൊളിവിൽ മായവേ ഇതാ, അരുണാനൊളിയിൽ മായവേ ഇരുൾ പരക്കുമ്പോൾ, പതികനാം ഞാൻ ശിലയതിൽ മരുവിടുമ്പോഴും, എനിക്കിനാവിലുമങ്ങുതൻ അരികിലണയും ഞാൻ. ഞാൻ ചരിക്കും വഴികളാ സ്വർഗരാജ്യത്തിൽ, ഞാൻ ചരിക്കും വഴികളാ സ്വർഗരാജ്യത്തിൽ, കയറി വഴാനുള്ളതാം പടികളാകേണം, കയറി വഴാനുള്ളതാം പടികളാകേണം. അങ്ങേനിക്കരുളുന്നതാം നന്മയകിലവുമേ, അതുലമം തവ കരുണതൻ ലക്ഷ്യമതല്ലോ, അതുലമം തവ കരുണതൻ ലക്ഷ്യമതല്ലോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നു. ഗുഡ് നൈറ്റ്.